പ്രാർത്ഥനയുടെ സ്വാധീനം എന്നുള്ള കാര്യമാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പഠിച്ചത്. ഇന്നും അതിൻ്റെ തുടർച്ചയായി ചില കാര്യങ്ങളുടെ പറയുവാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രത്യേകിച്ച് അപ്പോസ്തലനായ പൗലോസിന്റെ പ്രാർത്ഥനകൾ അതിൽ കൂടെ ഇന്ന് സഞ്ചരിക്കുവാനായിട്ട് അല്ലെ പഠിക്കുവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുകയാണ്. പ്രാർത്ഥനയുടെ ഒരു പ്രധാന സ്വാധീനമാണ്, ഒരു ഇമ്പാക്റ്റ് ആണ് നമുക്ക് റെവലേഷൻ ലഭിക്കുക എന്നുള്ളത്. റെവലേഷൻ സ്പിരിച്വൽ ഗിഫ്റ്റിനോട് ബന്ധപ്പെട്ട ആത്മീക കൃപാവരങ്ങളോട് ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായി ലഭിക്കുന്ന വെളിപ്പാടുകളെ കുറിച്ച് വേദപുസ്തകം പറയുന്നുണ്ട്. അപ്പൊ പ്രാർത്ഥനയിൽ നമുക്ക് ലഭിക്കുന്ന സ്വാഭാവിക വെളിപ്പാടുകളെ കുറിച്ചാണ് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞത്. അത് സ്പിരിച്വൽ ഗിഫ്റ്റിനോട് ബന്ധപ്പെട്ടല്ല. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായി വെളിപ്പാടുകൾ നമുക്കുണ്ടാകും. ആ വെളിപ്പാടിന് 4 കണ്ടന്റ് ആണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞത്. നമുക്ക് അറിയാൻ കഴിയും, നമുക്ക് കാണാൻ കഴിയും, നമുക്ക് വെളിപ്പെടും, പ്രത്യക്ഷപ്പെടും. ഈ 4 പദപ്രയോഗങ്ങളാണ് എബ്രായ ഭാഷയിൽ നിന്ന്. അതിൻ്റെ റെവലേഷൻ 4 കണ്ടന്റുകളാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കൊരു കാര്യം അറിയാൻ കഴിയും, നമ്മുടെ മനസ്സിൽ അത് ബോധ്യമാകും. നിന്റെ മുഖം അന്വേഷിപ്പീൻ എന്ന് നിങ്ങൾ നിന്ന് കൽപ്പന വന്നു എന്ന് എൻ്റെ ഹൃദയം പറയുന്നു. അപ്പൊ അത് ഒരു എന്താ പറയാ, ടു സീ, കാണുകയാണ്, അറിയുകയാണ്. കാണുക, നമ്മളൊരു കാര്യം ബോധ്യമാകുക, അറിയുക. ഇത് പ്രാർത്ഥനയിൽ ദൈവം നമ്മുടെ കണ്ണുകളെ തുറക്കുകയാണ്. നമ്മുടെ ഇന്ദ്രിയങ്ങളോട് ദൈവം ഇടപെടുകയാണ്. അതുകൊണ്ടാണ് കൊരിന്ത്യർ ലേഖനത്തിൽ വായിക്കുന്ന ആത്മാവിനാൽ വെളിപ്പെട്ടു വന്നിരിക്കുന്നു, ആത്മാവിനാൽ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. ഞാൻ ആ പദപ്രയോഗങ്ങളെ കുറിച്ച് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നല്ലോ. പൗലോസ് ഉപയോഗിക്കുന്ന ഒരു വാക്ക് മസ്റ്ററിയോൺ എന്നൊരു വാക്കുണ്ട്. അത് ആ വാക്ക് ഉപയോഗിക്കുന്ന എഫേസ്യ ലേഖനത്തിൽ അല്ല, റോമാലേഖനത്തിൽ ഉപയോഗിക്കുന്നു. മസ്റ്ററിയോൺ, MUSTERION, മസ്റ്ററിയോൺ എന്ന് പറയും. മസ്റ്ററിയോൺ എന്ന വാക്കിന്റെ അതിൽ നിന്നാണ് മിസ്റ്ററി എന്ന വാക്ക് വരുന്നത്, അല്ലെ സീക്രട്ട്. അപ്പൊ അത് പൗലോസ് ഉപയോഗിക്കുന്ന ചില സ്ഥലങ്ങളുണ്ട്. അത് പ്രത്യേകിച്ച് ഉപയോഗിക്കുന്ന സ്ഥലം റോമാലേഖനം 16:24 ഒരു പദപ്രയോഗം ഇങ്ങനെ വരുന്നുണ്ട്. റെവലേഷൻ ഓഫ് ദി മിസ്റ്ററി. അല്പം ശ്രദ്ധിച്ചെങ്കിലേ അത് മനസ്സിലാക്കുകയുള്ളൂ. ഒന്ന് ശ്രദ്ധിക്കണേ. റെവലേഷൻ ഓഫ് ദി മിസ്റ്ററി. വെറും ഒരു മിസ്റ്ററി അല്ല, അത് ഒരു രഹസ്യമല്ല, ഒരു സീക്രട്ട് അല്ല. റെവലേഷൻ ഓഫ് ദ മിസ്റ്ററി ഓഫ് ഗോഡ്. ദൈവത്തിന്റെ രഹസ്യങ്ങളുടെ കലവറയിലേക്ക് ഒരു എത്തിനോട്ടം നടത്തുക. അതിനാണ് റെവലേഷൻ എന്ന് പറയുന്നത്. ദൈവത്തിന്റെ രഹസ്യങ്ങളുടെ മർമ്മങ്ങളുടെ കലവറയിലേക്ക് പ്രാർത്ഥനയാൽ ഒരു എത്തിനോട്ടം ദൈവമക്കൾ ചെയ്യണം. ബോധ്യമാവുന്നുണ്ടല്ലോ? ഓക്കെ, ആ വാക്യം വായിക്കണം. ആ വാക്യം വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. സിസ്റ്റർ ഒന്ന് വായിച്ചേ. റോമാലേഖനം 16-ാം അധ്യായം 24-25. റോമാലേഖനം. പൂർവകാലങ്ങളിൽ മറഞ്ഞിരുന്നിട്ട് ഇപ്പോൾ വെളിപ്പെട്ടു വന്നതും നിത്യദൈവത്തിന്റെ നിയോഗപ്രകാരം സകല ജാതികൾക്കും വിശ്വാസത്തിന്റെ അനുസരണത്തിനായി പ്രവാചകന്മാരുടെ എഴുത്തുകളാൽ അറിയിച്ചിരിക്കുന്നതുമായ മർമ്മത്തിന്റെ വെളിപ്പാടിന് അനുസരണമായുള്ള എന്റെ സുവിശേഷ. 25-ാം വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു: മർമ്മത്തിന്റെ വെളിപ്പാടിന് അനുസരണമായുള്ള. ഇനി തുടർന്നു, അതൊന്ന് അണ്ടർലൈൻ ചെയ്യണേ. എന്റെ സുവിശേഷത്തിനും യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിനും ഒത്തവണ്ണം നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാൻ കഴിയുന്ന ഏകജ്ഞാനിയായ ദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരം എന്നേക്കും മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. കണ്ടോ, ആ വാക്യം 4 വാക്യങ്ങളിലാണ് ആ വാക്യം കിടക്കുന്നത്. മുറിക്കാതെ ഒറ്റ വാക്യമായിട്ട് വെച്ചിരിക്കുക. വാക്യങ്ങൾ 24, 25, 26, 27 എഴുതിയിട്ടുണ്ടെങ്കിലും ആ വാക്യത്തിന് അവിടെ എങ്ങും ഒരു ഫുൾ സ്റ്റോപ്പ് ഇല്ല. ഒരൊറ്റ വാക്ക്. ഗ്രീക്ക് വാക്കിൽ ഉപയോഗിക്കുന്ന 1-2 വാക്കുകൾ ഒരുമിച്ച് ചേർത്തിട്ടാണ് അത് മലയാളത്തിലേക്ക് തർജ്ജമപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ അകത്ത് പൗലോസ് ഉപയോഗിക്കുന്ന ഒരു വാക്ക് മലയാളം ബൈബിളിൽ നോക്കിക്കോ. 25-ാം വാക്യം ആരംഭിക്കുമ്പോൾ ഒരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്, മർമ്മത്തിന്റെ വെളിപ്പാടിന്. അല്ലേ? മർമ്മത്തിന്റെ വെളിപ്പാടിന്.
ദൈവിക മർമ്മം വെളിപ്പാടിൽ കൂടെ മാത്രമേ അറിയുവാൻ കഴിയുകയുള്ളൂ. ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത് റെവലേഷൻ ഓഫ് ദ മിസ്റ്ററി. ഇപ്പം ദൈവിക മർമ്മങ്ങളുണ്ട്. നമ്മളത് പിന്നീട് പഠിക്കുമ്പോൾ 8 മിസ്റ്ററിയെ കുറിച്ച് വേദപുസ്തകം പറയുന്നുണ്ട്. ചർച്ച് ഒരു മിസ്റ്ററിയാണ്. ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവ് ഒരു മർമ്മം ഞാൻ നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. ഇങ്ങനെ പറയപ്പെടുന്ന ധാരാളം മർമ്മങ്ങൾ വേദപുസ്തകത്തിലുണ്ട്, ധാരാളം മർമ്മങ്ങൾ. ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യം ഒരു ബൈബിള് പരിചയപ്പെടുത്തിയായിരുന്നല്ലോ, പ്രീച്ചേഴ്സ് പുൾപിറ്റ് ബൈബിൾ. അതിൻ്റെ അകത്ത് ഈ വാക്കുകൾ നിങ്ങൾ ടൈപ്പ് ചെയ്താൽ ആ വാക്കുകൾ എവിടെയൊക്കെയാണ് കിടക്കുന്നതെന്ന്, വേദപുസ്തകത്തിൽ കിടക്കുന്നതെന്നുള്ളത് അത് പെട്ടെന്ന് സെർച്ച് ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് സെർച്ച് ചെയ്തെടുക്കണം. അത് അപ്പം ധാരാളം വാക്കുകൾ കിട്ടും. പക്ഷേ ദൈവത്തിൻ്റെ മിസ്റ്ററികൾ, ദൈവത്തിൻ്റെ മർമ്മങ്ങൾ, ആ മർമ്മങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചെടുക്കണം. ഇപ്പം ദൈവത്തിൻ്റെ മർമ്മം പൗലോസ് എങ്ങനെയാ മനസ്സിലാക്കിയെടുത്തത്? പ്രാർത്ഥനയാണ്. അപ്പം നമുക്കും ദൈവത്തിൻ്റെ മർമ്മങ്ങൾ, ദൈവത്തിൻ്റെ സീക്രട്ട്, ദൈവത്തിൻ്റെ രഹസ്യങ്ങൾ ഒരു വെളിപ്പാടിനാൽ പ്രാപിക്കുവാൻ കഴിയുമെന്ന് പൗലോസ് പറയുകയാണ്. അതുകൊണ്ടാണ് മിസ്റ്ററിയോൺ എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദ റെവലേഷൻ ഓഫ് ദ മിസ്റ്ററി. ദൈവത്തിൻ്റെ രഹസ്യങ്ങളെ പ്രാർത്ഥിക്കുന്ന വിശുദ്ധന്മാർക്ക് കണ്ടെത്തുവാനായിട്ട് കഴിയും. റെവലേഷൻ എന്നുള്ള വാക്കിന് ഗ്രീക്കിൽ അപ്പക്കുലിപ്സ് എന്ന വാക്ക് മാത്രമേ ഉള്ളൂ. അപ്പക്കുലിപ്സ് അത് ജനറലായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ്. പക്ഷെ ഇവിടെ റോമാലേഖനത്തിൽ അപ്പക്കലിപ്സ് അല്ല ഉപയോഗിക്കുന്നത്. അവിടെ ഉപയോഗിക്കുന്ന വാക്ക്, റോമാലേഖനത്തിൽ ഉപയോഗിക്കുന്ന വാക്ക് മിസ്റ്ററിയോൺ എന്നൊരു വാക്ക്. പക്ഷെ എബ്രായ ഭാഷയിൽ അത് കസോത്ത് എന്നൊരു പദമാണ്. കസോത്ത്, നമ്മളത് റൂട്ട് വേർഡ് പഠിച്ചു പോകുമ്പോൾ അത് ഇവിടെ പഠിച്ചു പോകുന്നത് നല്ലതായിരിക്കും. കസോത്ത് ഞാനിവിടെ ചാറ്റിൽ എഴുതാം. ആ വാക്ക് ലഭിച്ചോ? കിട്ടിയോ? ആ, ഇത് പ്രൊനൗൺസ് ചെയ്യുന്നത് ഖ ഖ ഖ എന്നാണ്. ച എന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ അത് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ഖസോത്ത് എന്ന് പ്രൊനൗൺസ് ചെയ്യണം. ഖസോത്ത്. നമ്മൾ വിശുദ്ധ തിരുവെഴുത്തില് ആളുകൾ ദർശനം കാണുന്നതിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ദർശനം കാണുക, ഡ്രീംസ്. ഈ സ്വപ്നമല്ല, ഉറങ്ങിക്കിടക്കുമ്പോൾ കാണുന്ന സ്വപ്നമല്ല ഇവിടെ പറയുന്നത്. സ്വപ്നം വേറെ, വിഷൻ അല്ലെങ്കിൽ സൈറ്റ്. ഇപ്പം നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നു, പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഏകദേശം 9-ാം മണി നേരത്ത് ഒരു ദർശനത്തിൽ ഒരു ദൈവദൂതൻ തൻ്റെ അടുക്കൽ വരുന്നത്, അടുത്ത വാക്ക് ശ്രദ്ധിക്കണം, സ്പഷ്ടമായി കണ്ടു. അങ്ങനെ ഒരു കാര്യം സ്പഷ്ടമായി നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സൈറ്റ്, ഒരു വിഷന് പറയുന്ന പേരാണ് ഖസോത്ത്. നമ്മൾ പലപ്പോഴും സ്വപ്നം കണ്ടാൽ അത് മറന്നുപോകും, അല്ലെങ്കിൽ സ്വപ്നം കണ്ടാൽ അത് ക്ലിയർ ആയിരിക്കത്തില്ല. ഒരാൾ പറഞ്ഞു, അയ്യോ എൻ്റെ സ്വപ്നം ഒന്നും പൂർണ്ണമായില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ കേട്ടയാൾ പറഞ്ഞു, ഒന്നുകൂടെ പോയി കിടന്ന് ഉറങ്ങാൻ പറഞ്ഞു. മേരാ സ്വപ്ന അധൂര രഹ ഗയാ. അപ്പോ കേട്ടയാൾ പറഞ്ഞു, ഏക് ബാർ ഓർ സോ ജാओ. അപ്പം നമ്മൾ ഉറക്കത്തിൽ കണ്ട സ്വപ്നം നമ്മൾ മറന്നുപോയെങ്കിൽ ഒന്നുകൂടെ ഉറങ്ങിയാൽ ആ സ്വപ്നം റിപ്പീറ്റ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത് വെറും സ്വപ്നമാണ്. അത് ഉപബോധ മനസ്സുകളിൽ ഉണ്ടാകുന്ന സ്വപ്നങ്ങളാണ്. പക്ഷെ ഇത് ദൈവികമായി ലഭിക്കുന്ന വിഷനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. വിഷൻ അല്ലെങ്കിൽ സൈറ്റ്, അതിന് പറയുന്ന പേരെന്താണ്? ഖസോത്ത്. ഖസോത്ത് എന്ന് പറഞ്ഞാൽ പരസഹായം കൂടാതെ സ്വന്തം കഴിവിനാൽ ലഭിക്കാത്തത് എന്ന് പറയാം.
പരസഹായം കൂടാതെ അത് ലഭിക്കത്തില്ല. സ്തോത്രം. പരസഹായം കൂടാതെ, ദൈവസഹായം കൂടാതെ സ്വന്തം കഴിവിനാൽ ലഭിക്കാത്തതിന് പറയുന്ന പേരാണ് ഖസോത്ത്. അതിനകത്തൊന്നാണ് വിഷൻ. അതിന് കൃപാവരങ്ങൾ എന്ന പൊതുവെ നമ്മളൊരു തലക്കെട്ട് കൊടുത്താലും ഖസോത്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം വിഷൻ, സൈറ്റ് എന്ന് മനസ്സിലാക്കണം. അപ്പൊ പൗലോസ് അപ്പോസ്തലൻ ഇതിലെല്ലാം കണക്ട് ചെയ്യുകയാണ്. എവിടെ? ഇതെല്ലാം കണക്ട് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ് നിങ്ങളുടെ പ്രാർത്ഥന എന്ന് പൗലോസ് പറയുന്നു. നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് എന്ന് തുടങ്ങുക. സ്തോത്രം. അപ്പൊ പ്രാർത്ഥന ചെയ്യുന്ന ദൈവമക്കളെ, കേട്ടെ, നമ്മൾ ഒരു റെവലേഷൻ ഉള്ളവരായി, ഒരു ദർശനത്തിന്റെ ഉടമകളായി നമ്മൾ മാറണം. അതെങ്ങനെ മാറാൻ പറ്റും? പ്രാർത്ഥനയാൽ. എല്ലാവരും പറഞ്ഞേ, പ്രാർത്ഥനയാൽ അത് നമുക്ക് മാറാനായിട്ട് കഴിയും. നമ്മൾ പലപ്പോഴും ഇരുട്ടിലും അവ്യക്തതയിലും ഒക്കെയാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ ജീവിക്കാൻ പാടില്ല. സ്തോത്രം. ഇരുട്ടിലും അവ്യക്തതയിലും ഒന്നും ആയിരുന്നില്ല പൗലോസ്. അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ കാക്കും എന്നുള്ള ബോധ്യം പൗലോസിനുണ്ടായിരുന്നു. അവിടെ ഉപയോഗിക്കുന്ന പദം ഹക്കലാക്ക് എന്നൊരു പദമാണ്. ഹക്കലാക്ക്. പൗലോസിനുണ്ടായിരുന്ന ആ ബോധ്യത്തിന്റെ നിറകുടത്തിന് പറയുന്ന പേരാണ് ഹക്കലാക്ക്. അതിന് സക്സസ് എന്ന് മാത്രമേ ഇംഗ്ലീഷ് അതിന് അർത്ഥം കൊടുത്തിട്ടുള്ളൂ. ഹത്സലാഖ. ഞാൻ ഇവിടെ എഴുതാം, ചാറ്റിൽ എഴുതാം. അവയുടെ കിട്ടിയോ? ഓക്കെ. One more time, please. എന്തോ? Not right. ഹത്സഖ എന്ന് പറഞ്ഞോണ്ട് എഴുതിക്കോ. നല്ല ജീവനുള്ള വാക്കാ ഹത്സഖ. എന്ന് പറഞ്ഞാൽ നമുക്കത് സക്സസ് എന്ന് പറയാം. അത്രയും നമുക്ക് ഇംഗ്ലീഷിൽ അത്രയും നമുക്ക് ആ വേർഡേ കിട്ടത്തുള്ളൂ. അതിന് തത്തുല്യമായ മറ്റൊരു വാക്ക് കിട്ടത്തില്ല. എന്നാൽ ആ വാക്കിന്റെ അർത്ഥം അതിനേക്കാളും വലുതാണ്. കാരണം ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ എബ്രായ വാക്കുകൾ രൂപപ്പെടുന്നത് അതിന്റെ അക്ഷരങ്ങളുടെ മൂല്യത്തിനനുസരിച്ചാണ്. എങ്ങനെയാണ് അക്ഷരങ്ങൾ യോജിക്കുന്നത്? ഒരു വാക്കിനുള്ള അക്ഷരങ്ങൾ ഏതൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്ന് അറിഞ്ഞിട്ടാണ് അതിന്റെ അർത്ഥം പോകുന്നത്. അപ്പൊ ഈ ഹത്സാഖ എന്ന വാക്കിന് സക്സസ് എന്ന അർത്ഥം കൊടുക്കുമ്പോൾ പക്ഷെ അതിന്റെ അക്ഷരങ്ങൾ രൂപപ്പെടുന്നത് 4 അക്ഷരങ്ങളാണ്. എബ്രായ അക്ഷരമാലയിലെ 4 അക്ഷരങ്ങൾ. ഒന്ന് ആരംഭിക്കുന്നത് ഹായ്, 2 ചെറ്റ്, CHET, ചെറ്റ്. 3 ലാംബഡ്, LAMBD, ലാംബഡ്. 4 സെദക്, TZDK, സെദക്. അവസാനത്തെ വാക്ക് ഹായ്. ആദ്യത്തെയും അവസാനത്തെയും അക്ഷരം കാണിക്കുന്നത് സർവസൈന്യാധിപനായ ക്രിസ്തുവിനെ കാണിക്കുക. ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കുന്ന വാക്ക് ഹായ്, യോദ്, ഹായ് അല്ലെ, ഹായ്. ദൈവത്തെ കാണിക്കുന്ന പദമാണ് ഹായ്. നടുക്ക് ഉള്ള 3 അക്ഷരങ്ങൾ, നടുക്കുള്ള 3 അക്ഷരങ്ങൾ ദൈവവചനത്തെ കാണിക്കുന്നതാണ്. അത് ചെറ്റായിരുന്നാലും സെദക്കായിരുന്നാലും ലാംബിഡാണെങ്കിലും ദൈവത്തിന്റെ വചനത്തിന്റെ വ്യത്യസ്തതകളെ കാണിക്കുന്നതാണ്. അപ്പൊ ഒരുവൻ സക്സസ് ആയിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ക്രിസ്തുവിൽ ആരംഭിച്ച് ക്രിസ്തുവിൽ അവസാനിക്കണം. അവൻ വചനത്തിൽ നിലനിൽക്കണം. സ്തോത്രം. എങ്കിൽ മാത്രമേ ഒരുവൻ സക്സസ് ആയിരിക്കുകയുള്ളൂ. എന്നിട്ട് കേട്ടെ, ഒരുവൻ വിജയി ആയിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം?
ക്രിസ്തുവിൽ ആരംഭിച്ച് എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട് ക്രിസ്തുവിൽ ആരംഭിച്ച് ക്രിസ്തുവിൽ അവൻ ചെന്ന് തീരണം. വചനത്തിൽ നിലനിൽക്കണം. സ്തോത്രം. എങ്കിൽ മാത്രമേ ഒരുവൻ സക്സസ് ആവത്തുള്ളൂ. ഇത് യോശുവയോട് കർത്താവ് പറഞ്ഞപ്പം യോശുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ അത് എഴുതിയിട്ടുണ്ട്. എങ്കിൽ നീ വിജയിയായി തീരുമെന്ന ഇംഗ്ലീഷ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. 1-ാമത്തെ 7-ാം വാക്യം ഒന്ന് വായിക്കാമോ മിനിസ്റ്ററെ? യോശുവയുടെ പുസ്തകം 1-ന്റെ 7. ദാസനായ മോശെ, നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണം ഒക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യവും ഉള്ളവനായി മാത്രം ഇരിക്കുക. ചെല്ലുന്നോടത്തൊക്കെയും നീ സുഖമായിരിക്കേണ്ടതിന് അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. 8-ാം വാക്യം. ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അതിൽ എഴുതിയിരിക്കുന്നത് പോലെയൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചു കൊണ്ടിരിക്കണം. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായി ഇരിക്കും. മതി. അവിടെ മലയാളത്തിൽ എഴുതിയിരിക്കുന്ന എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കുമെന്നാണ്. ഇംഗ്ലീഷ് അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. യു വിൽ ബി എ സക്സസ് എന്ന് എഴുതിയിരിക്കുന്നത്. യു വിൽ ബി എ സക്സസ്. എന്നിട്ട് ആ സക്സസ് എന്നുള്ളൊരു കൊടുത്തിരിക്കുന്ന പദമാണ് ഹത്സഖ. അപ്പൊ താഴെ അതിന്റെ മേളിലുള്ള കണ്ടന്റുകൾ എഴുതിയിട്ടുണ്ട്. നീ ഇത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ഈ ന്യായപ്രമാണത്തിലുള്ള വസ്തുതകളിൽ നിന്ന് നീ ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ദൈവത്തിൽ തന്നെ ആശ്രയിച്ച് നീ മുന്നേറണം. എന്നിട്ടാണ് നിന്റെ പ്രവൃത്തി സാധിക്കും എന്ന് മലയാളത്തിൽ എഴുതിയിരിക്കുമ്പോൾ ഇംഗ്ലീഷ് എഴുതിയിരിക്കുകയാണ് സോ യു വിൽ ബി എ സക്സസ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ ആരംഭിച്ച് ദൈവത്തിൽ അവസാനിക്കുകയും വചനത്തിൽ നിലനിൽക്കുകയും ചെയ്യുമ്പോഴാണ് ഒരുവൻ സാക്ഷാൽ വിജയിയായിത്തീരുന്നത്. സ്തോത്രം. അപ്പം നമുക്ക് എങ്ങനെ വിജയിയായിത്തീരാൻ കഴിയും? നമ്മളൊരു സാധാരണ ക്രൈസ്തവ ജീവിതം നയിക്കുന്നത് കൊണ്ട് വിജയിയായിരിക്കണമെന്ന് നിർബന്ധമില്ല. കേവലം പ്രാർത്ഥിക്കുന്നത് കൊണ്ടും വിജയിയായിരിക്കണമെന്നില്ല. ആ പ്രാർത്ഥനയിൽ കൂടെ ദൈവിക രഹസ്യങ്ങളെ ആവാഹിച്ചെടുത്ത് ക്രിസ്തു മൂല്യമുള്ള ഒരു ജീവിതത്തിന് നമ്മൾ അടിത്തറ ഇടുമ്പോഴാണ് നാം വിജയിയായിത്തീരുന്നത്. ഗ്രഹിക്കുന്നത് വിചാരിക്കുകയാണ്. ഓക്കെ. അതുകൊണ്ടാണ് ഈ പൗലോസ് അവിടെ കുറെ ഊന്നൽ കൊടുത്ത് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കണം. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. പൗലോസ് പറയുകയാണ്, ഞാനിതെല്ലാം വെളിപ്പാടിനാല ഞാനിത് പ്രാപിച്ചത്. ഗലാത്യ ലേഖനം 1-ന്റെ 12-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, അത് ഞാൻ മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല, പഠിച്ചിട്ടുമില്ല, യേശുക്രിസ്തുവിന്റെ വെളിപ്പാടിനാൽ അത്രേ പ്രാപിച്ചത്. ഈ പഠിച്ചിട്ടില്ല പ്രാപിച്ചിട്ടില്ല എന്ന വാക്കിന്റെ അർത്ഥം അത് പഠിക്കുകയോ പ്രാപിക്കുകയോ ചെയ്യുന്നത് തെറ്റാണെന്നല്ല, വെളിപ്പാട് പ്രാപിച്ചു ദൈവത്തിങ്കൽ നിന്നാണെന്നാണ് അതിന്റെ അർത്ഥം. അല്ലാതെ മാനുഷിക ജ്ഞാനം പ്രാപിക്കുന്നത് തെറ്റാണെന്നല്ല. പക്ഷെ വെളിപ്പാട് ഒരു മനുഷ്യനിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടത്തില്ല. വെളിപ്പാട് ദൈവത്തിങ്കൽ നിന്ന് മാത്രമേ കിട്ടുകയുള്ളൂ. അത് പ്രാർത്ഥനയാലേ കിട്ടുകയുള്ളൂ. അതിനെ ഉദ്ദേശിച്ച് പൗലോസ് പറയുന്നു, ഗലാത്യ ലേഖനം 1-12 അല്ലേ, കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 12-ന്റെ 1 പൗലോസ് പറയുന്നത്, പ്രശംസിക്കുന്നതിനാൽ പ്രയോജനമില്ല എങ്കിലും അതാവശ്യമായിരിക്കുന്നു. ഞാൻ കർത്താവിന്റെ ദർശനങ്ങളെയും വെളിപ്പാടുകളെയും കുറിച്ച് പറയുവാൻ പോവുകയാണ്. എന്താണ്? ഞാൻ കർത്താവിന്റെ ദർശനങ്ങളെയും വെളിപ്പാടുകളെയും കുറിച്ച് പറയാൻ പോകുന്നു. അപ്പൊ പൗലോസ് കർത്താവിങ്കൽ ഒരു വെളിപ്പാട് പ്രാപിച്ചു അല്ലേ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായം 23-ാം വാക്യത്തിൽ പൗലോസ്, നമ്മളെ തിരുവത്താഴ ശുശ്രൂഷകൾക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്. പൗലോസ് പറയും, ഞാൻ കർത്താവിൽ പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്തത് എന്തെന്നാൽ. ദാറ്റ്സ് എ റെവലേഷൻ. പൗലോസ് യെരൂശലേമിൽ ശിഷ്യന്മാരുടെ അടുക്കൽ, അപ്പോസ്തലന്മാരുടെ അടുക്കൽ പോയതിനു ശേഷം അവർ സ്വീകരിക്കാതെ വന്നപ്പോൾ, അതിനുശേഷം കുറെ കാലം കഴിഞ്ഞ ശേഷം പൗലോസ് അറേബ്യൻ മരുഭൂമിയിലേക്ക് പോയി എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. അറേബ്യൻ മരുഭൂമിയിൽ ചെന്ന് പ്രാർത്ഥനയോടുകൂടെ ഇരുന്ന് ഈ മർമ്മങ്ങളെയെല്ലാം
താൻ വെളിപ്പാടിനാൽ പ്രാപിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്നു. അങ്ങനെയുള്ള ധാരാളം വാക്കുകൾ പൗലോസ് ഉച്ചരിക്കുന്നുണ്ട്. ഞാൻ മുൻപേ പറഞ്ഞതുപോലെ മർമ്മത്തിന്റെ വെളിപ്പാട്, മർമ്മത്തിന്റെ വെളിപ്പാട്. റൂട്ട് വേർഡ് ചാസായന, ഞാൻ ആ വാക്ക് പറഞ്ഞല്ലോ. ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കൊരിന്ത്യർ ലേഖനം 15-51 വാക്യത്തിൽ പൗലോസ് പറയുന്ന ഒരു മർമ്മം ഞാൻ നിങ്ങളോട് പറയാം, ഒരു മർമ്മം ഞാൻ നിങ്ങളോട് പറയാം എന്ന് പറഞ്ഞിട്ട് ഇതിലെല്ലാം വളരെ ഊന്നൽ കൊടുത്ത ഒരു ധാരാളം വാക്യങ്ങൾ ഇതിലൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോ എഫേസ്യ ലേഖനം 3-ാം വാക്യത്തിലാണ് അവിടെ എഴുതിയിരിക്കുകയാണ്, ഞാൻ മീതെ ചുരുക്കത്തിൽ എഴുതിയതുപോലെ വെളിപ്പാടിനാൽ എനിക്കൊരു മർമ്മം അറിയായി വന്നിരിക്കുന്നു. അതെന്താണ്? നിങ്ങളത് വായിച്ചാൽ ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള മർമ്മത്തിൽ എനിക്കുള്ള ബോധം നിങ്ങൾക്ക് ഗ്രഹിക്കാം. ആ മർമ്മം അവന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ പൂർവകാലങ്ങളിൽ മനുഷ്യർക്ക് അറിവായി വന്നിരുന്നില്ല. അത് ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികളും ഏകശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളും ആകണം എന്നുള്ളത് തന്നെ. ഇപ്പൊ ജെൻഡയിലായിട്ടുള്ള ആളുകൾ, ജാതികളായിട്ടുള്ള ആളുകൾ ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികളായി തീരുക, ഏകശരീരസ്ഥരായി തീരുക എന്നുള്ള മർമ്മം അത് പൂർവകാലങ്ങൾക്ക് മറഞ്ഞു കിടന്നു. അപ്പോസ്തലന്മാർക്കും പൗലോസിനും ഒക്കെ വെളിപ്പെട്ട് കിട്ടിയത് അതൊരു മർമ്മമായിരുന്നത് അവർക്കത് പ്രാർത്ഥനയാൽ വെളിപ്പെട്ടു എന്ന് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ രേഖപ്പെടുത്തുകയാണ്. പൗലോസിന് ഇതെല്ലാം ദൈവിക മർമ്മങ്ങളെല്ലാം ലഭിച്ചത് വെളിപ്പാടിനാലാണ്. കൊലോസ്യ ലേഖനം 1-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, അത് പൂർവകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മം എങ്കിലും ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടു വന്നിരിക്കുന്നു. ഈ മർമ്മത്തിന്റെ മഹിമാധനം എന്തെന്നറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. പൗലോസ് പറയുന്ന ലോക സൃഷ്ടിക്ക് മുമ്പേ വെളിപ്പെട്ട കാര്യമാണത്. ലോക സൃഷ്ടിക്ക് മുൻപേ ഉണ്ടായിരുന്നതും മർമ്മമായിരുന്നതും വെളിപ്പാടിനാൽ അപ്പോസ്തലന്മാർക്ക് ലഭിച്ചതും ആയിരിക്കുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. സ്തോത്രം. അപ്പം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചേ. അല്പം നമുക്ക് ഹാർഡായിട്ട് തോന്നിയാൽ ഒന്നുകൂടെ ശ്രദ്ധിച്ചേ. ദൈവിക മർമ്മങ്ങളെ, ദൈവിക രഹസ്യങ്ങളുടെ കലവറകളെ വെളിപ്പാടിനാൽ പ്രാപിക്കുവാനായിട്ട് ഈ ക്ലാസ്സുകളിൽ ദൈവമക്കൾ എല്ലാവരും ഒന്ന് തീരുമാനിക്കണം, പ്രാർത്ഥിക്കണം. ദൈവത്തിന് ഇനിയും രഹസ്യങ്ങളുണ്ട്, മർമ്മങ്ങളുണ്ട്. നമുക്ക് പലപ്പോഴും വെളിവായി വരുന്നില്ല പലതും. എന്താണ് നമ്മൾ ചോദ്യമാണ്. രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളെ നമ്മൾ കാണുമ്പോൾ, ഈ കൊറോണയുടെ വ്യാപനം ഉണ്ടാകുമ്പോൾ, കുടുംബങ്ങളിലോ ദേശത്തോ സഭകളിലോ ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ചോദ്യങ്ങളുടെ മുൻപിൽ നിൽക്കുകയാണ്, നമ്മൾ അനിശ്ചിതത്വത്തിൽ നിൽക്കുകയാണ്. പക്ഷേ ദൈവത്തിന് മുമ്പേ അതൊരു മർമ്മമാണ്, നമുക്കത് വെളിപ്പെട്ട് കിട്ടും. ഇന്നു മുതൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദൈവമക്കൾ ഒരുങ്ങണം. അത് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരും. നമ്മുടെ രാജ്യത്തെക്കുറിച്ച്, രാജ്യത്തിന്റെ ഭാവിയെക്കുറിച്ച്, പ്രശ്നകലുഷിതമായ അന്തരീക്ഷങ്ങളെക്കുറിച്ച്, അതിനകത്ത് ദൈവിക ഇടപെടലുകളെ കുറിച്ച് നമുക്ക് വെളിപ്പാടിനാൽ അറിയുവാൻ കഴിയുമെന്ന് പൗലോസ് അപ്പോസ്തലൻ ഒരു രഹസ്യം നമുക്ക് പറഞ്ഞു തരികയാണ്. അതിന് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം, കുറച്ചുകൂടെ പ്രാർത്ഥിക്കണം, കർത്താവിനോട് കുറച്ചുകൂടെ ചേർന്നിരിക്കണം, വചനത്തിൽ കുറച്ചുകൂടി ആഴമായി മുന്നേറണം. ഇപ്പോൾ ദൈവിക രഹസ്യങ്ങളുടെ കലവറ നമ്മുടെ മുൻപിൽ ദൈവം തുറക്കുകയും അത് കണ്ട് ആനന്ദിക്കുവാൻ നമുക്ക് ഇടയാകുകയും ചെയ്യും. ഇന്ന് തുടർന്ന് അപ്പോസ്തലനായ പൗലോസിന്റെ പ്രാർത്ഥനയിലേക്ക് ഒരു എത്തിനോട്ടം നടത്തിയിട്ട് അവസാനിപ്പിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസിന്റെ പ്രാർത്ഥന ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. പൗലോസിന്റെ പ്രാർത്ഥനകളെ കുറിച്ച് പറയാം. അപ്പോസ്തലനായ പൗലോസ് ഒരു വലിയ മിഷണറി വീര്യനായിരുന്നു. പൗലോസിനെ കുറിച്ച് ഞാനൊരു വിശദീകരണം കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ തന്നിട്ടുണ്ട്. ലോകം കണ്ട ഏറ്റവും വലിയൊരു മിഷണറി വീരനാണ് അപ്പോസ്തലനായ പൗലോസ്. അപ്പോസ്തലനായ പൗലോസ് he was a man of prayer എന്ന് പറയാം. he was a man of vision. he was a man of altitude or attitude. ഒരു വലിയ മിഷണറി വീര്യനായിരുന്നു. ഇന്നും അപ്പോസ്തലനായ പൗലോസിന്റെ മിഷണറി
യാത്രകളിൽ നിന്ന് വീര്യം ഉൾക്കൊണ്ടവരാണ് ലോകത്തുള്ള സകല മിഷണറിമാരും. കർത്താവായ യേശു ക്രിസ്തു കഴിഞ്ഞാൽ ലോകം കണ്ട ഏറ്റവും വലിയ മിഷണറി അപ്പോസ്തലനായ പൗലോസാണ്. ഏറ്റവും വലിയ മിഷണറി യേശു ക്രിസ്തുവാണ്. ലോകം കണ്ട ഏറ്റവും വലിയ മിഷണറി യേശു ക്രിസ്തുവാണ്. കാരണം ലോകത്തിൽ ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിച്ചയാള് യേശു ക്രിസ്തുവാണ്. അതാണല്ലോ മിഷണറിയുടെ ഒരു അടയാളം. എന്തേറെ ദൂരം സഞ്ചരിച്ചെന്നറിയാമോ? ഫിലിപ്പിയ ലേഖനം 2:5. ദൈവത്തിന്റെ അടുക്കൽ ദൈവമായിരുന്ന യേശു ക്രിസ്തു സ്വർഗീയ മഹീതലങ്ങളെ വിട്ട് ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അതാണ് ആ ദൂരം. അതാണ് ആ ദൂരം. സ്തോത്രം. അത്രയും ദൂരം സഞ്ചരിക്കാൻ ലോകത്തിൽ ആർക്കും കഴിഞ്ഞിട്ടില്ല. പിതാ परमेश्वर का तुल्य होने का हक छोड़कर, त्रिएक परमेश्वर का उस हक छोड़कर, स्वर्ग छोड़कर धरती में आया. സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഒരുവൻ വരിക. അത്രയും പ്രതാപം വിട്ടുകളഞ്ഞ ഒരു മിഷണറി ഇല്ല. അത്രയും ഉയർന്ന നിലവാരം പുലർത്തിയിരുന്ന ആ നിലവാരം വിട്ടുകളഞ്ഞ ഒരു മിഷണറിയും ഇല്ല. ലോകത്തിലെ ഏറ്റവും വലിയ മിഷണറി കർത്താവായ യേശു ക്രിസ്തുവാണ്. സ്തോത്രം പറയാം. ഹല്ലേലൂയ. അപ്പൊ ആ മിഷണറിയുടെ പിന്നല്ലേ നമ്മൾ പോകുന്നത്. രണ്ടാമത് ഞാൻ മനസ്സിലാക്കുന്ന എൻ്റെ ഒരു ഹീറോ അപ്പോസ്തലനായ പൗലോസാ. എത്രയാ ഞാൻ മനസ്സിലാക്കുന്നത്? 5 മുതൽ 7 വരെ മിഷണറി യാത്ര ചെയ്തു. 40 മുതൽ 59 സഭകളെ കുറിച്ചുള്ള പരാമർശം എഴുതിയിട്ടുണ്ട്. 60-ലധികം ആളുകളെ കുറിച്ചുള്ള പരാമർശം തൻ്റെ ലേഖനങ്ങളിലുണ്ട്. 41 പ്രാർത്ഥനകൾ 14 ലേഖനങ്ങളിലായി പൗലോസ് എഴുതിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അത് റെക്കോർഡഡ് പ്രെയർ മാത്രമാണ്. അത്രേ പ്രാർത്ഥനയെ പ്രാർത്ഥിച്ചോളം എന്നല്ല അതിൻ്റെ അർത്ഥം. അത് വിശുദ്ധ തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന 41 പ്രാർത്ഥനകളുണ്ട്. ആ പ്രാർത്ഥനയുടെ കണ്ടന്റുകൾ മാത്രം ഞാൻ പറയാം. ആവശ്യമുള്ളവർക്ക് അതിൻ്റെ നോട്ട്, ഈ 41 പ്രാർത്ഥനകൾ അതിൻ്റെ റെഫറൻസ് സഹിതം ഞാൻ അയച്ചു തരാം, നോട്ട് അയച്ചു തരാം. പക്ഷെ അതിനെ ഒന്ന് സമ്മറൈസ് ചെയ്യാം പഠനത്തിന് വേണ്ടി. അപ്പോൾ അത് പഠിക്കുമ്പോൾ ഒരു മിഷണറി പ്രെയർ എങ്ങനെയാണ് നമുക്ക് കിട്ടും. ഒരു മിഷണറി പ്രെയർ ആറ്റിറ്റ്യൂഡ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. സ്തോത്രം. അപ്പൊ അങ്ങനെ ഒരു പ്രെയർ നമ്മൾ ഡെവലപ്പ് ചെയ്യണം. നമ്മുടെ പ്രാർത്ഥനകൾ പലപ്പോഴും നമ്മളിലേക്ക് തിരിഞ്ഞു നിൽക്കുന്നതാണ്, അല്ലേ? അതിൽ പിണങ്ങിയെന്ന് തോന്നുന്നു. നമ്മുടെ പ്രാർത്ഥനകളെല്ലാം നമ്മളിലേക്കാണ് തിരിഞ്ഞു നിൽക്കുന്നത്. ഇപ്പം പ്രാർത്ഥിക്കാൻ ഈയിടെ ഒരാൾ പ്രാർത്ഥിച്ചപ്പം ഒരു പയ്യനങ്ങ് എഴുന്നേറ്റങ്ങ് പോയി. അപ്പം തിരിച്ചു വന്നപ്പം ചോദിച്ചു, നീ എന്താടാ പ്രാർത്ഥിച്ചപ്പം അമ്മച്ചി പ്രാർത്ഥിച്ചപ്പോൾ എന്നെ എഴുന്നേറ്റ് പോയെന്ന് ചോദിച്ചു. അപ്പൊ അമ്മച്ചി ഡൽഹിയിൽ നിന്ന് വണ്ടി പിടിച്ചതേ ഉള്ളൂ. ഇനി ഈ മഹാരാഷ്ട്രയും ഉത്തർപ്രദേശും കയറി ഇറങ്ങി വരുമ്പോൾ ഒത്തിരി സമയം എടുക്കും. അത് ഓസ്ട്രേലിയയിലൊക്കെ പോകണമല്ലോ, അതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഒത്തിരി സമയം എടുക്കുക. അതുവരെ പുറത്തൊന്ന് ഇറങ്ങി നിൽക്കാമല്ലോ എന്ന് വിചാരിച്ചാണെന്ന് വിചാരിച്ചു. എവിടേക്കാ താമസിക്കുന്നേ? അമ്മച്ചിയുടെ മക്കൾ എവിടേക്കാ താമസിക്കുന്നത്? അപ്പൊ അവിടെ എല്ലാം പോയിച്ചു വരണം. അപ്പൊ ഒത്തിരി സമയം എടുക്കും. നമ്മുടെ പ്രാർത്ഥനകളെല്ലാം നമ്മളിലേക്ക് തിരിഞ്ഞു നിൽക്കുന്നത്, നമ്മുടെ പ്രാർത്ഥനകളെല്ലാം നമ്മുടെ ആവശ്യങ്ങളിലേക്ക് തിരിഞ്ഞു നിൽക്കുന്നതാണ്. നമ്മുടെ ആവശ്യങ്ങളെല്ലാം ദൈവത്തിന്റെ ആവശ്യങ്ങളിലേക്കൊന്നുമല്ല. ദൈവം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കാര്യത്തിനും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കാര്യത്തിനും ദൈവം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ശരിയല്ലേ? തുടങ്ങിക്കോ, എന്നാലും പറയണ്ടേ. പ്രാർത്ഥനയിൽ നമ്മൾ ഇമ്പോർട്ടന്റ് കൊടുക്കുന്ന ഒരു കാര്യത്തിന് ദൈവം ഒരു ഇമ്പോർട്ടൻസും കൊടുക്കുന്നില്ല. ദൈവം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കാര്യത്തിനും നമ്മൾ ഒരു ഇമ്പോർട്ടൻസും കൊടുക്കുന്നില്ല. അതാണ് പലപ്പോഴും പ്രാർത്ഥനയുടെ വൈരുദ്ധ്യം. ഇപ്പൊ പ്രാർത്ഥന എന്തായിരിക്കണം? ദൈവത്തിങ്കലേക്ക് തിരിഞ്ഞു നിൽക്കുന്നതായിരിക്കണം. അതിനൊരു ഉദാഹരണമാണ് ഹന്നായുടെ പ്രാർത്ഥന. അത് ദൈവോന്മുഖമായ പ്രാർത്ഥനയാണ്, ദൈവത്തിങ്കലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന പ്രാർത്ഥന. പക്ഷെ ആ പ്രാർത്ഥന ഹന്ന പ്രാർത്ഥിക്കുമ്പോൾ തന്നിലേക്ക് തിരിഞ്ഞു നിൽക്കുന്നു തോന്നിപ്പോവും. പക്ഷെ അങ്ങനെയല്ല. അതിന്റെ ആ പ്രാർത്ഥനയുടെ അവസാനം പ്രാർത്ഥിക്കും പറയും, നീ എനിക്ക് മകനെ തന്നാൽ ഞാൻ നിനക്ക് തരാമെന്നാ പറഞ്ഞു, അല്ലേ? കുട്ടികളില്ലാതിരിക്കുന്ന ഒരു സ്ത്രീ അങ്ങനെയല്ലല്ലോ പ്രാർത്ഥിക്കേണ്ടത്. കുട്ടികളില്ലാത്ത ഒരു സ്ത്രീ പ്രാർത്ഥിക്കേണ്ടതിന് എനിക്കൊരു മകനെ തന്നാൽ ആ മകനെ ഞാൻ എടുക്കും, എനിക്ക് തരണം എന്ന്. അതല്ല നമ്മൾ അങ്ങനെയാ പ്രാർത്ഥിക്കുന്നത്.
സ്തോത്രം. പക്ഷെ ഹന്നായുടെ പ്രാർത്ഥന അങ്ങനെ ആയിരുന്നില്ല. ദൈവത്തിങ്കലേക്ക്, ദൈവാലയത്തിലേക്ക്, ദൈവിക കാര്യങ്ങളിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന ഒരു പ്രാർത്ഥന. അങ്ങനെ ഹന്ന പ്രാർത്ഥിച്ചപ്പോൾ ഒരു ശമൂവേലിനെ ദൈവം കൊടുക്കാൻ നിർബന്ധിതനായി. ആ കുട്ടിയെ ദേവാലയത്തിലേക്ക് ഹന്ന കൊടുത്തു. ഹന്നായിക്ക് വീട്ടിലേക്ക് എത്ര മക്കളെ ദൈവം കൊടുത്തു? ഞാനത് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാ. 5. ഓ അലിസാന്റെ ഓർത്തിരിക്കുക. 5+1 5+1 ഒരു കുട്ടിയെ ദൈവാലയത്തിലേക്ക് കൊടുത്തപ്പോൾ 5 കുട്ടിയെ വീട്ടിലോട്ട് കൊടുത്തു വിട്ടു. അതാണ് ദൈവത്തിന്റെ നീതി എന്ന് പറയുന്നത്. അപ്പം പ്രാർത്ഥനയ്ക്കകത്തൊരു ചെറിയ മാറ്റം വരുത്തിക്കേ. എല്ലാ ദൈവമക്കളും പ്രാർത്ഥിക്കുന്ന എല്ലാ ദൈവമക്കളും കേട്ടെ, പ്രാർത്ഥനയ്ക്കകത്തൊരു തിരുത്തൽ വരുത്തിക്കേ. സ്തോത്രം. ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കരുതെന്നല്ല ഞാൻ പറയുന്നത്. ഫസ്റ്റ് പ്രയോറിറ്റി ഗോസ് ടു ഗോഡ്. പുട്ട് ഗോഡ് ഫസ്റ്റ്. ദൈവത്തിന്റെ കാര്യം നോക്കിയാൽ ദൈവം നമ്മുടെ കാര്യം നോക്കും. എന്നെ മാനിച്ചാൽ ഞാൻ നിങ്ങളെ മാനിക്കും. സ്തോത്രം. അത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. അപ്പൊ അപ്പോസ്തലനായ പൗലോസിന്റെ പ്രാർത്ഥനകളിലേക്ക് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ പ്രാർത്ഥന, അതിനെ സമ്മറൈസ് ചെയ്താണ് പറയുന്നത്. 41 പ്രാർത്ഥനകളുമല്ല, അത് സമ്മറൈസ് ചെയ്യാം. ഒന്നാമത്തെ പ്രാർത്ഥന കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 13-ാം അധ്യായം 7-ാം വാക്യം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 13-ാം അധ്യായം 7-ാമത്തെ വാക്യം. ആ വാക്യം ഒന്ന് വായിക്കാം. നിങ്ങൾ ഒരു ദോഷവും ചെയ്യാതിരിക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. മതി. നിങ്ങൾ ഒരു ദോഷവും ചെയ്യാതിരിക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥന റോമാലേഖനത്തിൽ പൗലോസ് പ്രാർത്ഥിക്കുമ്പോൾ അതിന്റെ ടൈറ്റിൽ ഇങ്ങനെ കൊടുത്തേ, ഫോർ ഗോഡ്ലി ലിവിങ്. ഫോർ ഗോഡ്ലി ലിവിങ്, ദൈവിക ജീവിതത്തിന് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥന. അതായിരിക്കണം ഒന്നാമത്തെ പ്രാർത്ഥന. നമ്മളൊരു ദൈവിക ജീവിതത്തിന് വേണ്ടി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. ഒരു ഗോഡ്ലി ലിവിങ്. Now we pray to God that you do no wrong. സ്തോത്രം. അതൊരു മിഷണറിയുടെ പ്രാർത്ഥനയാണ്, ഒരു പാസ്റ്ററിന്റെ പ്രാർത്ഥനയാണ്, ഒരു സഭാപിതാവിന്റെ പ്രാർത്ഥനയാണ്. സ്തോത്രം. ദൈവിക ജീവിതത്തിന് വേണ്ടി നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഒരു തെറ്റും ചെയ്യാതിരിക്കേണ്ടതിന്, ഒരു ദോഷവും ചെയ്യാത്ത ഒരു ജീവിതത്തിന്, ദൈവപ്രസാദമുള്ള ഒരു ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. 2, റോമാലേഖനം 1-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ്. എങ്കിലും അതിന്റെ 9-ാം വാക്യം ഒന്ന് ആരംഭിക്കാം. റോമാലേഖനം 1-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. നിങ്ങളുടെ അടുക്കൽ വരുവാൻ ഞാൻ 9 തൊട്ടല്ലേ, ഞാൻ ഇടവിടാതെ നിങ്ങളെ ഓർത്തുകൊണ്ട് ദൈവേഷ്ടത്താൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ അടുക്കൽ വരുവാൻ സാധിക്കേണ്ടതിന് എന്റെ പ്രാർത്ഥനയിൽ എപ്പോഴും യാചിക്കുന്നു എന്നുള്ളതിന് അവന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷ ഘോഷണത്തിൽ ഞാൻ എന്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം എനിക്ക് സാക്ഷി. 9-ാം വാക്യത്തിന്റെ ആരംഭത്തിൽ എഴുതിയിരിക്കുകയാണ്, നിങ്ങളുടെ അടുക്കൽ വരുവാൻ സാധിക്കേണ്ടതിന് എന്റെ പ്രാർത്ഥനയിൽ എപ്പോഴും യാചിക്കുന്നു. സോ ഹി ഈസ് പ്രേയിങ് ഫോർ എ മിനിസ്ട്രി ഓപ്പർച്യൂണിറ്റി. ശുശ്രൂഷ അവസരത്തിനും, അടുത്ത വാക്യം, അതിന്റെ വിജയത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പൗലോസ്, ഒരു മിഷണറി സ്പിരിറ്റോട് കൂടെ പ്രാർത്ഥിക്കുക. അപ്പൊ രണ്ടാമത് നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കണേ. എങ്ങനെ പ്രാർത്ഥിക്കണം? ലോർഡ് ഗിവ് മീ എ ചാൻസ് ടു ഷെയർ ദ ഗോസ്പൽ. താവേ, സുവിശേഷം അറിയിക്കുവാൻ, സുവിശേഷം പറയുവാൻ എനിക്കൊരു വാതിൽ എവിടെയെങ്കിലും ഒന്ന് തുറക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കണം. അങ്ങനെയല്ലേ പൗലോസ് പുഴവക്കത്ത് പോയിരുന്നത്? ലിദിയായുടെ ഹൃദയത്തെ കർത്താവ് തുറന്നു എന്ന് എഴുതിയിരിക്കുന്നു. അപ്പം അങ്ങനെ ഒരു പ്രാർത്ഥന ഇന്ന് മുതൽ, ഈ വർഷത്തിന്റെ ആരംഭം മുതൽ സകല സഭാവിശ്വാസികളും ദൈവദാസന്മാരും പ്രാർത്ഥിക്കണം. ഫോർ എ മിനിസ്റ്റീരിയൽ ഓപ്പർച്യൂണിറ്റി. എവിടെയാണ് കർത്താവ്, ആരുടെയാണ് ഹൃദയം തുറക്കുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ നമ്മൾ പ്രാർത്ഥിച്ചെങ്കിലേ അത് തുറക്കത്തുള്ളൂ. ഹല്ലേലൂയ. ആരുടെയും ഹൃദയത്തെ തുറക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയും.
പൗലോസിന്റെ ഹൃദയത്തെ ദൈവത്തിന് തുറക്കാൻ കഴിഞ്ഞെങ്കിൽ, ലിദിയയുടെ ഹൃദയത്തെ ദൈവത്തിന് തുറക്കാൻ കഴിഞ്ഞെങ്കിൽ, സ്തോത്രം, പഴയ നിയമത്തിലെ പുതിയ നിയമത്തിലെ ആളുകളെയൊക്കെ നോക്കിക്കേ, ശക്തന്മാരായ ആളുകൾ, നമുക്കൊരിക്കലും പ്രതീക്ഷയില്ലാത്ത ആളുകളുടെയൊക്കെ ഹൃദയങ്ങളെ കർത്താവ് തുറന്നു. അപ്പൊ മിനിസ്ട്രി ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി സകല ആളുകളും ഈ വർഷം പ്രാർത്ഥിക്കണം. അപ്പൊ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് ദൈവം മിനിസ്ട്രി ഓപ്പർച്യൂണിറ്റി ഒരുക്കും. ഹല്ലേലൂയ. ഈ വർഷത്തെ ന്യൂ ഇയറിലെ മീറ്റിംഗിൽ തന്നെ ഒരു പോലീസ് സ്റ്റേഷനെ വിളിച്ചിട്ട് മീറ്റിംഗ് നടത്തി. ഇവിടെ മെഹ്റോളി എന്ന് പറയുന്ന ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ട്. അവിടെ 100-ലധികം പോലീസുകാരുണ്ടായിരുന്നു. 100-ലധികം പോലീസുകാർ. അവിടുത്തെ SHO എന്നെ വിളിച്ച് പറഞ്ഞു, ഇവരെല്ലാം ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചേ. ഇപ്പൊ പ്രാർത്ഥിക്കാനാ പറഞ്ഞത്. നമ്മൾ ഈ പ്രസംഗിക്കുന്നവരാണെന്നുള്ളൊരു ബോധ്യം അവർക്കില്ലായിരിക്കും. ഞാൻ പറഞ്ഞു, 2 പറഞ്ഞേച്ച് ഞാൻ പ്രാർത്ഥിക്കോളൂ എന്ന് പറഞ്ഞു. നീ പറഞ്ഞോളാൻ പറഞ്ഞു. SHO അവിടെ ഇരുന്നു. ഫോൺ തരുതരി വരിക. എങ്കിലും അദ്ദേഹം കുറച്ച് 1-2 ഫോൺ അദ്ദേഹം ശ്രദ്ധിച്ചിട്ട് എനിക്ക് വന്നത് സൈലന്റ് ആക്കി തോന്നുന്നു. പിന്നെ ഫോൺ വന്നില്ല. ആ ഫോൺ സൈലന്റ് ആക്കി വെച്ചിട്ട് ആ മനുഷ്യൻ 100-ലധികം പോലീസുകാരോടുകൂടെ അദ്ദേഹം ഇരുന്ന് സുവിശേഷം കേൾക്കുകയും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള അവസരം ഒരു പോലീസ് സ്റ്റേഷനിലെ SHO ഒരുക്കി തന്നു. 100 പേര് സുവിശേഷം കേട്ടില്ലേ? കുശുമ്പുള്ളവർ അല്ലേലിയ പോലും പറയുന്നില്ല. അപ്പം ഒന്ന് പറഞ്ഞേ, ആലിസാന്റിക്ക് അറിയാം, ഞങ്ങളൊരു ഇന്ത്യൻ പ്രസിഡന്റിനെ കാണാൻ പോയി. അദ്ദേഹത്തിന്റെ പേര് ജോൺ ഓസ്റ്റിൻ വന്നപ്പോൾ, ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മ. അദ്ദേഹത്തെ കാണാനായിട്ട് ജോൺ ഓസ്റ്റിന് 11 പേരാ പോയത്. 11 പേര് പോയി. അവിടെ ചെന്ന് അദ്ദേഹത്തുമായി 20 മിനിറ്റ് തന്നത്. പക്ഷേ 40 മിനിറ്റോളം അദ്ദേഹമായിട്ട് സംസാരിച്ചു. ഏറ്റവും അവസാനം ഇപ്പം നമുക്ക് ഇൻസ്ട്രക്ഷൻ കിട്ടിയിട്ടുണ്ട്, ഈ പ്രസിഡന്റിന്റെ അടുത്ത് പോകരുത്, അടുത്ത് പോയി നിൽക്കരുത്, കൈ കൊടുക്കരുത്. അദ്ദേഹം പറയുന്നതിന് പെട്ടെന്ന് റിയാക്ട് ചെയ്യരുത്. നമുക്കൊരു സ്റ്റഡിയൊക്കെ തരും. പക്ഷേ ഈ സംസാരം എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മ ജോൺ ഓസ്റ്റിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അദ്ദേഹത്തിന് തലേ കൈ വെക്കാൻ പാടില്ല. അങ്ങനെ നമുക്ക് ക്ലാസ് തരുന്നുണ്ട്. ഇപ്പൊ ഈ അദ്ദേഹത്തിന്റെ തോളിലാണ് ജോൺ ഓസ്റ്റിൻ കൈവച്ചത്. ജോൺ ഓസ്റ്റിൻ അദ്ദേഹത്തിന് തോളിൽ കൈവച്ചപ്പോ ഈ ശങ്കർ ദയാൽ ശർമ്മ അദ്ദേഹത്തിന്റെ കൈ എടുത്തിട്ട് തലയിലോട്ട് ഇങ്ങനെ എടുത്തു വെച്ചു. അങ്ങനെ ജോൺ ഓസ്റ്റിൻ അമേരിക്കൻ പ്രസിഡന്റ് ശങ്കർ ദയാൽ ശർമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. സ്തോത്രം. മിനിസ്ട്രി ഓപ്പർച്യൂണിറ്റി അദ്ദേഹത്തിന്റെ കാലത്താണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബില്, പാർലമെന്റിന്റെ അകത്തുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബില് അനക്സ് 1 പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ, സ്പീക്കർമാരൊക്കെ വന്ന് ഇരിക്കുന്ന ആ സ്ഥലമാണ് അനക്സ് 1 കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബില്. അവിടെ എല്ലാ വർഷവും ക്രിസ്മസ് സെലിബ്രേഷൻ അദ്ദേഹമാണ് ആരംഭിച്ചത്. മുഴുവൻ MP-മാരും മന്ത്രിമാരും അവിടെ ചെല്ലണമെന്നും അറ്റൻഡ് ചെയ്യണമെന്നും അദ്ദേഹം, അന്ന് കോൺഗ്രസ് ഗവൺമെന്റ് ആണ്, അദ്ദേഹം അന്ന് ഓർഡർ ഇട്ടു. മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ, സോണിയാഗാന്ധി ചീഫ് ചെയർപേഴ്സൺ ആയിരിക്കുമ്പോൾ ഞങ്ങൾ അവിടെ പോയി ആ മീറ്റിംഗിൽ സംബന്ധിക്കുന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. സ്തോത്രം. മിനിസ്ട്രി ഓപ്പർച്യൂണിറ്റി. അതിനുവേണ്ടി ഈ വർഷം എല്ലാ ദൈവമക്കളും പ്രാർത്ഥിക്കണം. രാജാക്കന്മാരുടെ ഹൃദയങ്ങളെ മാറ്റുവാൻ ദൈവത്തിന് കഴിയും. സ്തോത്രം. അവരുടെ ഹൃദയങ്ങളൊക്കെ ദൈവത്തിന്റെ കയ്യിൽ നീർത്തോട് കണക്കിയിരിക്കുകയാണ്. അപ്പൊ 2ാമത്തെ പ്രാർത്ഥന എന്താണ്? ഒരു മിനിസ്ട്രി ഓപ്പർച്യൂണിറ്റി. സുവിശേഷത്തിന് അവസരം ലഭിക്കുവാൻ, സുവിശേഷീകരണത്തിന് അവസരം കിട്ടുവാൻ പ്രാർത്ഥിക്കണം. നമ്മുടെ വീടിന്റെ ഇടത്തും വലത്തുമുള്ള വീട്ടുകാര്, നമ്മൾ കടയിൽ പോയി സാധനം മേടിക്കുമ്പോൾ ആ കടക്കാരൻ, നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ആ ബസ്സിലെ കണ്ടക്ടർ, ഡ്രൈവർ, നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ, പഠിപ്പിക്കുന്ന അധ്യാപകരാണെങ്കിൽ, ആ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ മാതാപിതാക്കള്, സ്തോത്രം, അവസരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ ദൈവം അവസരങ്ങൾ ഒരുക്കും. 3 എഫീസ് ലേഖനം 3-ാം അധ്യായം 16-ഉം 17-ഉം വാക്യം വായിക്കാം. എഫീസ് ലേഖനം 3-ാം അധ്യായം 16-ഉം 17-ഉം. അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യൻ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി.
അത് ഒത്തിരി നീളമുള്ള വാക്യമാണ്, അതുകൊണ്ട് അവിടെ വെച്ച് എന്നെ കട്ട് ചെയ്യുന്നത്. 3-ാം അധ്യായം 16-17 വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പ്രാർത്ഥിക്കുകയാണ്, നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നർ മാൻ, സ്ട്രെങ്തനിങ് ഓഫ് ഇന്നർ മാൻ, അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാൽ ആത്മീയമായി പുഷ്ടിപ്പെടുവാൻ, ശക്തിപ്പെടുവാൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ കാര്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അത് ഒരു മിഷണറി പ്രെയർ ആണ്, ഒരു ലീഡർഷിപ്പ് പ്രെയർ ആണ്. നമ്മോട് കൂടെയുള്ള ദൈവമക്കൾ, നമ്മുടെ കുടുംബത്തിലുള്ള അംഗങ്ങൾ ഒരു സ്പിരിച്വൽ ബാലൻസിങ്ങിലും സ്പിരിച്വൽ സ്ട്രെങ്തനിങ്ങിനും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അവർ ആത്മീയമായി ബലപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കണം. സ്തോത്രം. ഇപ്പം ഈ സ്പിരിച്വൽ ലൈഫ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ പറഞ്ഞായിരുന്നു, നമ്മൾ സ്പിരിച്വൽ ലൈഫ് എന്ന് പറഞ്ഞാൽ അത് ക്രിസ്തു ജീവിതമാണ്. സ്പിരിച്വൽ ലൈഫ് എന്ന് പറഞ്ഞാൽ ക്രിസ്തു ജീവിതം എന്ന് പറയാന്, അത് ക്രൈസ്റ്റ് ലൈഫ് ആയിരിക്കണം. ക്രൈസ്റ്റ് ലൈഫ്, അതിന്റെ കണ്ടന്റുകളെ കുറിച്ച് ഒരിക്കൽ ഞാൻ പറഞ്ഞു. നമ്മുടെ സ്പിരിച്വൽ ലൈഫ് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുകയും വേദപുസ്തകം വായിക്കുകയും ചർച്ചയിൽ പോവുകയും ചെയ്യുന്നത് മാത്രമല്ല സ്പിരിച്വൽ ലൈഫിന്റെ ആസ്പെക്റ്റുകൾ. അതൊന്ന് മെന്റൽ ലൈഫാണ്. മെന്റൽ ലൈഫ് ഞാൻ പറഞ്ഞു, ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നില്ല. ഒന്ന്, സ്പിരിച്വൽ ലൈഫിന്റെ 4 ആസ്പെക്റ്റുകൾ ഞാൻ പറയാം. ഒന്ന്, ഈ 4ഉം കൂടെ കൂടുമ്പോഴാണ് സ്പിരിച്വൽ ലൈഫ് ഭംഗിയായി പോകത്തുള്ളൂ. ഒന്ന്, ഇത് ഞാൻ പറഞ്ഞതാ, മെന്റൽ ലൈഫ്. മെന്റൽ ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തകൾ, നമ്മുടെ മനോഭാവം, വൈകാരികവും മാനസികവും സാമൂഹികവുമായ ജീവിതത്തെ ആണ് മെന്റൽ ലൈഫ് എന്ന് പറയുന്നത്. നമ്മുടെ മാനസിക ജീവിതം, മനസ്സെപ്പോഴും കൂളായി കൊണ്ട് നടക്കണം. സ്തോത്രം. ഗതിഭേദത്താലുള്ള ആച്ഛാദനം നമ്മളെ ബാധിക്കാൻ പാടില്ല. ചുറ്റുപാടുകളെ ആശ്രയിച്ച് നമ്മൾ ജീവിക്കാൻ പാടില്ല. പരിസരങ്ങളിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ച് ജീവിക്കാൻ പാടില്ല. നമ്മുടെ മെന്റൽ ലൈഫ്, മാനസിക ജീവിതം എപ്പോഴും കൂളായിരിക്കണം, ശാന്തമായിരിക്കണം. ഓക്കെ. 2, ഫിസിക്കൽ ലൈഫ്, ശാരീരിക ജീവിതം. അത് ഇതിന്റെ അകത്ത് ബന്ധപ്പെട്ടത്, ആത്മീയ ജീവിതത്തോട് ബന്ധപ്പെട്ട. ശരീരത്തിന് സുഖമില്ലേ, ആത്മീയ ജീവിതം സുഖമാവുമോ? സുഖമാകത്തില്ല, ഒരിക്കലും സുഖമാകത്തില്ല. നമുക്ക് ആശങ്കയുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് നല്ല ജീവിതം നയിക്കാൻ പറ്റത്തില്ല. ആശങ്കയുണ്ടെങ്കിൽ, നമ്മൾ അസ്വസ്ഥരാണെങ്കിൽ ഒരിക്കലും നമ്മുടെ ആത്മീയ ജീവിതം നല്ലതായിരിക്കത്തില്ല. അപ്പം നമ്മുടെ ഈ ശാരീരിക ജീവിതം അസ്വസ്ഥതയില്ലാത്ത ജീവിതമായിരിക്കും. എപ്പോഴും നമ്മൾ ഈ ടെൻഷനും കൊണ്ട് നടക്കരുത്. ഇത് നമ്മൾ ഏറ്റെടുക്കണം. നമ്മുടെ ടെൻഷൻസ് എല്ലാം അകറ്റണം. ഇതെല്ലാം പറയുമ്പോൾ തന്നെ ഇതങ്ങ് മാറ്റിക്കളഞ്ഞേക്കണം. ടെൻഷൻസ് എല്ലാം മാറ്റിക്കളയണം. ഒരിക്കലും ഒരു ബിഷപ്പ് ഒരു ഡോക്ടറെ കാണാൻ പോയി. ബിഷപ്പ് ഡോക്ടറെ കണ്ടിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ ബിഷപ്പിന്റെ മുഖമെല്ലാം അങ്ങ് ചുവന്നു, വേർക്കാൻ തുടങ്ങി, പരിഭ്രാന്തനാകാൻ തുടങ്ങി, ഇടയ്ക്കിടയ്ക്ക് എഴുന്നേക്കണമെന്നുള്ള ആ ടെൻഡൻസിയൊക്കെ കാണിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ ഡോക്ടർ ചോദിച്ചു, ബിഷപ്പ് അങ്ങക്ക് എന്തു പറ്റി? അങ്ങ് ഇവിടെ വന്നിരുന്നപ്പം കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ, അങ്ങ് ശാന്തനായിരുന്നല്ലോ, പക്ഷെ പെട്ടെന്ന് അങ്ങക്ക് എന്തു പറ്റിയെന്ന് ചോദിച്ചു. അപ്പൊ ഈ ബിഷപ്പ് ഈ ഡോക്ടറോട് പറഞ്ഞു, എനിക്ക് കുഷ്ഠമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞു. എൻ്റെ ശരീരത്തിൽ എനിക്ക് കുഷ്ഠമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ ഈ വരുന്നോളം വരെ കുഴപ്പമില്ലായിരുന്നല്ലോ, കുഷ്ഠമുണ്ടെന്ന് ഇപ്പം തോന്നാൻ കാര്യം എന്നാന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ സ്പർശന ശക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു. ഞാൻ എൻ്റെ കാലിൽ 2 പ്രാവശ്യം ചൊറിഞ്ഞു, പക്ഷെ ചൊറിഞ്ഞതായിട്ട് അറിയുന്നു പോലുമില്ല. സ്പർശന ശക്തി നഷ്ടപ്പെട്ടു, അത് കുഷ്ഠരോഗത്തിന്റെ ലക്ഷണമാണല്ലോ, എനിക്ക് കുഷ്ഠമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ ഡോക്ടർ പറഞ്ഞു, അങ്ങയ്ക്ക് കുഷ്ഠമൊന്നുമില്ല, അങ്ങ് 2 പ്രാവശ്യം ചൊറിഞ്ഞു എന്നുള്ളത് സത്യമാണ്, പക്ഷെ അത് നിങ്ങളുടെ കാലിലല്ലായിരുന്നു, എൻ്റെ കാലിലാ ചൊറിഞ്ഞെന്ന് പറഞ്ഞു. നമ്മുടെ പലപ്പോഴും ആശങ്കകൾ ഇങ്ങനെയാ. എങ്ങനെ ആശങ്ക? അവിടെ എന്ത് നടക്കുന്നു, ഇവിടെ എന്ത് നടക്കുന്നു, അവിടെ നടക്കുന്നു, ഇതെല്ലാം പറഞ്ഞ് നമുക്ക് ഭയങ്കര ആശങ്കയാ. സ്തോത്രം. നെപ്പോളിയൻ ബോണപ്പാർട്ടിന് പട്ടാളക്കാര് ഒരു ചായ കൊണ്ട് കൊടുത്തു, ഇങ്ങനെ തിളച്ച് മറിയുന്ന ഒരു ചായ. അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന തിളച്ച് മറിയുന്ന ഒരു ചായ ചൂടോടുകൂടെ ഈ നെപ്പോളിയൻ ബോണപ്പാർട്ടിന് കൊണ്ടു കൊടുത്തിട്ട് തന്റെ കൊട്ടാരത്തിന് പുറത്ത് ഒരു വലിയ വെടി അങ്ങ് പൊട്ടിച്ചു.
വലിയ വെടി അങ്ങ് പൊട്ടിച്ചു. പിന്നെ നെപ്പോളിയൻ ബോണപ്പാർട്ടി ചായ അത് ഊതി 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 ചൂടൊക്കെ കുറച്ച് ഊതി ഊതി കുടിച്ചിട്ട് ആ കപ്പ് താഴെ വെച്ചിട്ട് അടുത്ത് നിന്ന് പട്ടാളക്കാരന് ചോദിച്ചു, എന്താണ് ആ പുറത്തൊരു ശബ്ദം കേട്ടത്? എന്താണ് ആ പുറത്തൊരു ശബ്ദം കേട്ടത്? എന്താ? ഈ ചായ മുഴുവൻ ഊതി കുടിച്ചതിന് ശേഷം അദ്ദേഹം ചോദിക്കുക. ഹല്ലേലൂയ. ലീഡ് എ കൂൾ ലൈഫ്. മനസ്സിനെ ഒന്ന് ശാന്തമാക്കിക്കേ. മനസ്സിനെ ശാന്തമാക്കിക്കേ. നമ്മുടെ പ്രശ്നങ്ങളെയും പ്രതികൂലങ്ങളെയും ഒക്കെ ഒന്ന് സൈഡിൽ കൂടെ ഒന്ന് വിടാൻ അനുവദിച്ചേ. പക്ഷി തലയുടെ മുകളിൽ കൂടെ പറക്കാൻ അനുവദിച്ചോളൂ, പക്ഷെ തലയെ കൂട് കെട്ടാൻ അനുവദിക്കരുത്. പക്ഷി തലയ്ക്ക് മുകളിൽ കൂടെ പറന്നു പോകട്ടെ, അത് ദൈവം കൊടുത്ത അനുവാദമാണ്. പക്ഷെ അതൊന്നും കയറി തലയിൽ കൂട് വെക്കാൻ അനുവദിക്കരുത്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ക്രിസ്ത്യൻ ലൈഫ്, ക്രിസ്തീയ ജീവിതം, ക്രിസ്തു ജീവിതമാണ്. അതിന്റെ രണ്ടാമത്തെ കണ്ടന്റ് നമ്മുടെ ശാരീരിക ജീവിതമാണ്. നമ്മുടെ വസ്ത്രധാരണം, നമ്മുടെ ശാരീരിക സമ്പർക്കങ്ങൾ, വിനോദങ്ങൾ, സംസാരങ്ങൾ എല്ലാം ഒന്ന് സമാധാനത്തോടുകൂടെ ആയിരുന്നിട്ട് ശരീരത്തിനൊരു സുഖം കൊടുത്തേ ആത്മീയ ജീവിതം ധന്യമായി തീരും. മൂന്നാമതാണ് സോഷ്യൽ ലൈഫ്. സോഷ്യൽ ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാമൂഹിക ജീവിതം. മനുഷ്യനൊരു സാമൂഹിക ജീവിയാണ്. അപ്പൊ നമ്മുടെ സാമൂഹിക ജീവിതം എന്ന് പറഞ്ഞാൽ കുടുംബം, സൗഹൃദങ്ങൾ, ബന്ധങ്ങൾ, തൊഴില്, ഇതൊക്കെ വളരെ നല്ലതായി കൊണ്ടുപോകണം. നല്ലതായി കൊണ്ടുപോകണം. സ്തോത്രം. ഇതൊന്നും ആശങ്കയുണ്ടാക്കരുത്. നാലാമത്തതാണ് ക്രൈസ്റ്റ് ലൈഫ് അല്ലെങ്കിൽ ആത്മീയ ജീവിതം എന്ന് പറയുന്നത്. വ്യക്തിപരമായ ആത്മീയ ജീവിതം, ദൈവമക്കളുമായുള്ള കൂട്ടായ്മ, സഭ, ഇതൊക്കെ നാലാമത്തെ ഗണത്തിൽപ്പെടുന്നതാണ്. ഈ 4 കാര്യങ്ങളും കൂടെ ഒത്തുവരുമ്പോഴാണ് നല്ല ഒരു ക്രിസ്തീയ ജീവിതം നമുക്ക് നയിക്കാനായിട്ട് കഴിയുള്ളൂ. ഇപ്പൊ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങളുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നെങ്കിലും അകമേയുള്ള മനുഷ്യൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കണം. സ്തോത്രം. നമ്മുടെ ഇന്നർ മാൻ ഹെൽത്തി ആയിരിക്കണം. സ്തോത്രം. നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തിയുള്ളതായിരിക്കണം. അതാണ് മൂന്നാമത്തെ കാര്യത്തിന് പൗലോസ് പ്രാർത്ഥിക്കുകയാണ്. 4 എഫേസ്യ ലേഖനം 1:15 നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന വാക്യമാണ്. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 15, 16, 17, 18, 19 വരെയുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലൻ പൗലോസ് പറയുകയാണ്, ഫോർ ഇൻക്രീസിങ് നോളജ്. കേട്ടെ, ഫോർ ഇൻക്രീസിങ് നോളജ്, അറിവ് വർദ്ധിക്കുവാനായിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കണം. ആദ്യം നിങ്ങളെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അറിവുകളെ വർദ്ധിപ്പിക്കുവാനായിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പൗലോസ് പറയുന്നു. എന്നിട്ട് 6 കാര്യം അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുക. 6 കാര്യം പറയാം. 6 കാര്യത്തിൽ അറിവ് വർദ്ധിപ്പിക്കണം. അതിനുള്ള നോളജ് നമുക്ക് ഉണ്ടാകണം. 1, ഓഫ് ദ ലോഡ്. 1:17 ഓഫ് ദ ലോഡ്. അത് മുഴുവനും മലയാളം വാക്കുകളിൽ കിട്ടത്തില്ല, വാക്യത്തിൽ കിട്ടത്തില്ല, ഇംഗ്ലീഷ് വായിക്കണം. 1, കർത്താവിനെ കുറിച്ച് നോളജ് വർദ്ധിപ്പിക്കണം. കർത്താവിനെ അണ്ടർസ്റ്റാൻഡിങ് അല്ല, നോളജ്, അറിവുണ്ടാകണം. കർത്താവിനെ കുറിച്ച് അറിവുണ്ടാകണം. ആരാണ് എൻ്റെ കർത്താവ്? പൗലോസ് പറയുന്നുണ്ട്, അവനിൽ ഇരിക്കേണ്ടതിനും അവന്റെ പുനരുത്ഥാനത്തിന്റെ അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിന് എന്ന് പറയുന്നു. അവനെയും. ഐ വാണ്ട് ടു നോ യു മോർ. നിന്നെ കുറിച്ച് കൂടുതൽ അറിയുവാൻ എനിക്ക് പ്രാപ്തി തരണമെന്ന് പൗലോസ് പറയുകയാണ്. അപ്പൊ ഒന്നാമത്തെ അറിവ് എന്താ? ഇൻക്രീസിങ് നോളജ്. നമ്പർ 1, ഓഫ് ദ ലോഡ്. കർത്താവിനെ കുറിച്ച് അറിയണം. 2, ഓഫ് ഹിസ് വിൽ. ദൈവത്തിന്റെ ഇഷ്ടം എന്തെന്നറിയണം. 3, ഓഫ് ഹിസ് ലവ്. ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ച് അറിയുവാൻ വരം ലഭിക്കണം. 4, ഓഫ് ഹിസ് ഹോപ്പ് ആൻഡ് ഹിസ് കോളിംഗ്. ദൈവത്തിന്റെ വിളിയുടെ ആശ ഇന്നതെന്ന് ഗ്രഹിക്കേണ്ടതിന്, അതിന്റെ നോളജ്, അറിവ് ലഭിക്കേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. 5, ഓഫ് ദ റിച്ചസ്നെസ് വി ഹാവ് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ നമുക്കുള്ള ധനമെന്ത്, സമ്പത്ത് എന്തെന്നറിയുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. 6, ഓഫ് ഹിസ് പവർ.
അവന്റെ അളവറ്റ ശക്തിയുടെ വലിപ്പം എന്തെന്നറിയുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളിൽ എനിക്ക് അറിവ് കിട്ടുവാൻ, നിങ്ങൾക്കറിവ് കിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നാണ് പൗലോസ് ഈ കാര്യങ്ങൾ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കിട്ടിയോ? ആറ് കാര്യം കിട്ടിയോ? നമുക്ക് അതിൻ്റെ അകത്തുള്ള നോളജ് വേണം കേട്ടോ. ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളെ വായിച്ചു പോവുകയല്ല, പ്രാർത്ഥിച്ചു പോവുകയല്ല, പ്രാർത്ഥനയിൽ കൂടെ നമ്മുടെ നോളജിനെ, നമ്മുടെ അറിവിനെ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം. എന്ത്? കർത്താവിനെ കുറിച്ച് അറിയണം. ആരാണ് എൻ്റെ കർത്താവ്? 2, അവന്റെ ഇഷ്ടം എന്തെന്നറിയണം. 3, അവന്റെ സ്നേഹം എന്തെന്നറിയണം. 4, അവന്റെ വിളിയാലുള്ള ആശ എന്നതെന്നറിയണം. 5, ക്രിസ്തുവിൽ നമുക്കുള്ള സമ്പത്ത്, ആ മഹിമാധനം എന്തെന്നറിയണം. 6, അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം എന്തെന്നറിയേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. 5ാമത് ഞാൻ പ്രാർത്ഥിക്കുന്നതായ കാര്യം ഫിലിപ്പിയ ലേഖനം 1:9. ഫിലിപ്പിയ ലേഖനം 1:9 അവിടെ എഴുതിയിരിക്കുന്നത് വായിക്കാം. നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട് നിങ്ങൾ വേദാഭേദങ്ങളെ വിവേചിപ്പാറാകണം എന്നും ക്രിസ്തുവിന്റെ നാളിലേക്ക് നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും ദൈവത്തിന്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായിട്ട് യേശുക്രിസ്തുവിനാൽ നീതിഫലം നിറഞ്ഞവരുമായി തീരണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു? നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ വളർന്നു വരേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഫോർ മോർ ലവ്. സ്തോത്രം. ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹം മേൽക്കുമേൽ വർദ്ധിക്കണം. ആ വർദ്ധിച്ചു വന്നിട്ട് എന്ത് ചെയ്യണം? ഭേദാഭേദങ്ങളെ അപ്പോൾ നിങ്ങൾക്ക് വിവേചിക്കാൻ കഴിയും. ക്രിസ്തുവിന്റെ നാളിലേക്ക് നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും ദൈവത്തിന്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായിട്ട് യേശുക്രിസ്തുവിനാൽ നീതിഫലം നിറഞ്ഞവരുമായി തീരണം എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പൊ പറഞ്ഞേ, മോർ ലവ്, ദൈവത്തിന്റെ സ്നേഹത്തിൽ വർദ്ധിക്കുവാനായിട്ട് പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ദൈവസ്നേഹം വളരണം, വർദ്ധിക്കണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. അടുത്തത് 6ാമത്തെ കാര്യം, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 3-ാമത്തെ വാക്യം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 3-ാമത്തെ വാക്യം. നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. പൗലോസിന്റെ ഒരു പ്രാർത്ഥനയാണത്. അത് പൗലോസിന്റെ പ്രാർത്ഥനയിൽ പൗലോസ് പറയുകയാണ്, ഗ്രേസ് ടു യു ആൻഡ് പീസ് ഫ്രം ഗോഡ്. ഫോർ ഗ്രേസ് ആൻഡ് പീസ്, ദൈവിക കൃപയ്ക്കും സമാധാനത്തിനും വേണ്ടി പൗലോസ് പ്രാർത്ഥിക്കുന്നു. അതാണ് അടുത്ത പ്രാർത്ഥന. 7ാമത്തെ കാര്യം, റോമാലേഖനം 15-ാം അധ്യായം 5 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. റോമാലേഖനം, ബുക്ക് ഓഫ് റോമൻസ് ചാപ്റ്റർ 15 വേഴ്സ് 5 and 6 അവിടെ എഴുതിയിരിക്കുന്നത് പ്രാർത്ഥിക്കാം. നിങ്ങൾ ഐക്യമത്യപ്പെട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തെ ഏക മനസ്സോടെ ഒരു വായിനാൽ മഹത്വീകരിക്കേണ്ടതിന് സ്ഥിരതയും ആശ്വാസവും നൽകുന്ന ദൈവം നിങ്ങൾക്ക് യേശുക്രിസ്തുവിന് അനുരൂപമായി തമ്മിൽ ഏക ചിന്തയോടെ ഇരിപ്പാൻ കൃപ നൽകുമാറാകട്ടെ. ഏക മനസ്സോടെ ഏക ചിന്തയോടിരിപ്പാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. അല്ലെ? അപ്പം പൗലോസ് അപ്പോസ്തലൻ പിന്നെ പ്രാർത്ഥിക്കുന്ന എന്തിനാ? ദൈവജനം ഏക മനസ്സോടെ ഇരിക്കേണ്ടതിന് പ്രാർത്ഥിക്കുകയാണ്. ഫോർ ക്രിസ്ത്യൻസ് ടു ബി വൺ ഇൻ വൺ അക്കോർഡ്. ഫോർ ക്രിസ്ത്യൻസ് ടു ബി ഇൻ വൺ അക്കോർഡ്. ദൈവജനം ഏക മനസ്സോടെ ഇരിക്കേണ്ടതിന് പ്രാർത്ഥിക്കുക. യൂണിറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഐക്യതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങൾ ഐക്യമത്യപ്പെട്ട്, ഐക്യമത്യം എന്ന മലയാളം വാക്കിന്റെ അർത്ഥം ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് ഓർമ്മ. ഏകം അധികം മതി, ഏകം അധികം മതി, അതിനാണ് ഐക്യമത്യം എന്ന് പറയുന്നത്. മതി എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ശാന്തത. മതി എന്ന് പറഞ്ഞ എന്താ? മതി,
മതി. ആരെങ്കിലും തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല, ഞാൻ എങ്ങനെയൊന്നും പറയല. മതി, സംതൃപ്തി. തൃപ്തി. സിസ്റ്ററെ, മതി എന്ന് പറഞ്ഞ എന്തുവാ? സഫിഷ്യൻസി. സഫീഷ്യന്റ്. മതി എന്ന വാക്കിന്റെ അർത്ഥം ബുദ്ധി എന്ന, ബുദ്ധി. അതുകൊണ്ട് ആ ബുദ്ധിമതി എന്ന് പറയുന്നത് അല്ലേ? മതി എന്ന വാക്കിന്റെ, അത് സംസ്കൃത വാക്കാണ്, അതിൽ നിന്ന് വന്നൊരു വാക്കാണ് മതി. മതി എന്ന് പറഞ്ഞാൽ ബുദ്ധി, ബുദ്ധിമതി. അപ്പോ ഏകം അധികം മതി എന്ന് പറഞ്ഞാൽ ഒറ്റ ബുദ്ധി എന്നാണ്, ഒറ്റ ബുദ്ധി. അപ്പം ഭൂമിയിൽ രണ്ടുപേർ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിച്ചാൽ എന്ന വാക്കിന്റെ അർത്ഥം ഒരൊറ്റ ബുദ്ധിയിൽ പ്രാർത്ഥിക്കണമെന്നാണ്. ഒറ്റ ബുദ്ധിയിൽ പ്രാർത്ഥിക്കണം. പുട്ട് യുവർ ഹെഡ്സ് ടുഗദർ. വൺ മൈൻഡ് എന്നാണോ? ഒറ്റ ബുദ്ധി, ഒറ്റ ബുദ്ധി. ബുദ്ധി എന്ന് പറയുമ്പോൾ ആലോചന, ചിന്ത, വിചാരം, വികാരം, ഇങ്ങനെയൊക്കെ പറയുന്ന എല്ലാം കൂടെ കണ്ടന്റ് ആണ്. വൺ മൈൻഡ് എന്നാണോ? വൺ മൈൻഡ് അല്ല, ബുദ്ധി എന്ന് പറഞ്ഞാൽ ബ്രെയിൻ എന്നാ മാത്രം. അവരുടെ ചിന്താധാര, വിചാരധാര, അങ്ങനെ പറയുന്ന ഒരു കാര്യം മതി എന്ന് പറയും. അപ്പം ഐക്യമത്യം എന്ന് പറഞ്ഞാൽ വൺ അക്കോർഡ്, അത്രയും നോർമലി അത്രയും അങ്ങ് ഗ്രഹിക്കുക. വൺ അക്കോർഡ്, ഒറ്റ ബുദ്ധി. ഐക്യമത്യം ഒരു സംസ്കൃത വാക്കാണ്, ഏകമതി. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കണം? നിങ്ങൾ ഐക്യമത്യപ്പെട്ട് ഏക മനസ്സോടെ ഏക ചിന്തയോടെ ഇരിപ്പാൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പൊ നമ്മൾ ഐക്യതയിൽ തികഞ്ഞവരായിരിക്കണം. ദൈവമക്കൾ തമ്മിൽ യൂണിറ്റി ഉണ്ടായിരിക്കണം, തമ്മിൽ ഐക്യത ഉണ്ടായിരിക്കണം. സ്തോത്രം. എങ്കിൽ മാത്രമേ നമുക്ക് വളരാനും ഉയരാനും കഴിയത്തുള്ളൂ. അടുത്തത് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് അടുത്ത കാര്യം, എഫീസ്യ ലേഖനം 3-ാം അധ്യായം 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങളുണ്ട്. അതൊരു വലിയ വാക്യമായതുകൊണ്ട് എഴുതുക, വായിക്കണ്ട. അവിടെ എഴുതിയിരിക്കുന്നത്, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. Christ to dwell in our hearts through faith. ക്രിസ്തു വിശ്വാസത്താൽ നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതാണ് അടുത്ത കാര്യം. അതിന്റെ അടുത്ത കാര്യം, 10-ാമത്തെ കാര്യം, 9-ാമത്തെ കാര്യം, പ്രത്യാശ വർദ്ധിക്കുവാൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതെവിടെ എഴുതിയിരിക്കുന്നത്? റോമാലേഖനം 15:13. റോമാലേഖനം 15:13 പൗലോസ് പറയുന്നു, that you may abound in hope by the power of the Holy Spirit. നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായിരിക്കാൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. for more hope, പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായിരിക്കുക. അടുത്ത കാര്യം, എഫേസ്യ ലേഖനം 3-ാം അധ്യായം 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ എഴുതിയിരിക്കുന്നു. ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരേണം എന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഫോർ ദ ഫുൾനെസ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ പരിപൂർണതയ്ക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ക്രിസ്തുവിൽ നാം എല്ലാവരും പെർഫെക്റ്റ് ആയിരിക്കണം. ക്രിസ്തുവിൽ നാം എല്ലാവരും പരിപൂർണരായിരിക്കണം. അതിനുവേണ്ടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പൗലോസ് പറയുകയാണ്. ഏറ്റവും അവസാനത്തെ പ്രാർത്ഥനയാണ്, ഇസ്രായേലിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. റോമാലേഖനം 10-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നു, സഹോദരന്മാരെ, അവർ രക്ഷിക്കപ്പെടണം എന്ന് തന്നെ എൻ്റെ ഹൃദയവാഞ്ഛയും അവർക്ക് വേണ്ടി ദൈവത്തോടുള്ള യാചനയും ആകുന്നു. ഫോർ ദ സാൽവേഷൻ ഓഫ് ഇസ്രായേൽ. ഇസ്രായേൽ ജനം ദൈവത്തെ അറിയുവാനും രക്ഷാനിർണയം പ്രാപിപ്പാനുമായി ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ പ്രാർത്ഥിക്കുന്നു. അപ്പൊ പൗലോസ് അപ്പോസ്തലന്റെ 41 പ്രാർത്ഥനയുടെ ചുരുക്കമാണ് ഞാൻ ഏകദേശം 11 കാര്യങ്ങളിലായിട്ട് നിങ്ങളോട് പറഞ്ഞത്. ഈ കാര്യങ്ങൾക്ക് വേണ്ടി നാമും പ്രാർത്ഥിക്കണം. സ്പിരിച്വൽ മൈൻഡോടുകൂടെ പ്രാർത്ഥിക്കണം, ആത്മീക ചിന്തയോടുകൂടെ പ്രാർത്ഥിക്കണം. പൗലോസിന്റെ പ്രാർത്ഥനകളിൽ ഭൗതികമായ ഒരു കാര്യവും എഴുതിയിട്ടില്ല, ഭൗതികമായ കാര്യങ്ങളൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. പൗലോസ് അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നില്ല. കാരണം പൗലോസ് മനസ്സിലാക്കിയ ഒരു സത്യമുണ്ട്,
Seek the kingdom of God first, and those things shall be added unto you. Amen. Hallelujah. നിങ്ങൾ ദൈവത്തിന്റെ രാജ്യത്തെയും നീതിയെയും കുറിച്ച് അന്വേഷിപ്പീൻ, ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും എന്ന് പൗലോസ് പറയുക. അതുകൊണ്ട് ആത്മീയ കാര്യത്തിൽ വളരുന്നത് ഭൗതിക കാര്യങ്ങളുടെ ലഭ്യതയ്ക്ക് അത് ഇടവരുമെന്ന് പൗലോസ് ഒരു ആത്മീയ തത്വം നമ്മളോട് ബോധിപ്പിക്കുക. നമ്മൾ ആത്മീയത്തിൽ വളരുമ്പോൾ, ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, നമ്മുടെ ഭൗതിക കാര്യങ്ങളിൽ ദൈവം ശ്രദ്ധയുള്ളവനായിരിക്കും. സ്തോത്രം. അങ്ങനെ പറയുകയാണ്. അതിനാണ് പൗലോസ് പ്രതിഫലം എന്ന ഗ്രീക്ക് വാക്ക് ഉപയോഗിക്കുന്നത്. യുലോജിസ് എന്ന വാക്ക്, യുലോജിസ്. പ്രതിഫലം എന്ന മലയാളം വാക്കിന് പൗലോസ് ഉപയോഗിക്കുന്ന വാക്ക് യുലോജിസ്. യുലോജിസ് എന്ന വാക്കിന് മലയാളത്തിൽ പ്രതിഫലം എന്ന് എഴുതിയിരിക്കുന്നെങ്കിലും അത് മെറ്റീരിയൽ തിങ്ങിനോട് ബന്ധപ്പെട്ടതേ അല്ല. മെറ്റീരിയൽ തിങ്ങിനോട് ബന്ധപ്പെട്ടതല്ല, അതല്ല സ്പിരിച്വൽ തിങ്സാണ്. ഹല്ലേലൂയ. അപ്പൊ പ്രാർത്ഥിക്കുന്നവർക്ക് ഒരു പ്രതിഫലം ഉണ്ടെന്ന് പറഞ്ഞാൽ ആത്മീയ വർധനമുണ്ട്. കർത്താവിനോട് അടുക്കാൻ കഴിയും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. കർത്താവ് നിങ്ങളെ ഉയർത്തും. ശരീരത്തിൽ സൗഖ്യം തരും. ആത്മീയമായി വർദ്ധിക്കുവാൻ കഴിയും. വെളിപ്പാടുകളെ ദൈവം തരും. ദൈവത്തിന്റെ മർമ്മങ്ങളെ അറിയുവാൻ കഴിയും. ദൈവത്തിന്റെ ഹൃദയത്തിന്റെ രഹസ്യങ്ങളെ നമുക്ക് ഈ പ്രാർത്ഥനയിൽ കൂടെ അറിയാൻ കഴിയും. അങ്ങനെ ഒരു ഉയർന്ന തലത്തിലുള്ള ഒരു ആത്മീയ ജീവിതത്തിന് വേണ്ടി നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഈ വാക്കുകളാൽ ദൈവം ഇന്നത്തെ ക്ലാസ്സിനെ അനുഗ്രഹിക്കുമാറാണ്.